ശ്രീ സന്ദീപ്, ഈ നീക്കം കൃഷിവകുപ്പിൻ്റേത് മാത്രമാണെന്ന് കരുതാനാകില്ല എന്ന് ചുരുക്കം. തീർച്ചയായും ഇതിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനം സർക്കാർ ബഹിഷ്കരിക്കുക എന്നതിൽ തർക്കമുണ്ടാവില്ല. പക്ഷേ ഇത്രത്തോളം അസഹിഷ്ണുത എന്തിനായിരിക്കും? അല്ല, ഭാരതാംബയോടും ഭാരതത്തോടും എക്കാലവും കമ്മ്യൂണിസ്റ്റുകൾക്ക് അസഹിഷ്ണുത മാത്രമാണുള്ളത്. കാരണം ഈ രാജ്യത്തെ 16 വെട്ടിമുറിക്കണമെന്ന പ്രമേയത്തിൽ കൂടി ആവശ്യപ്പെട്ട ഒരു പാർട്ടിയാണത്. അപ്പൊ അവർക്ക് സ്വാഭാവികമായും ആ ഭാരതമെന്നും ഭാരതാംബ എന്ന് കേൾക്കുമ്പോഴും അലർജി ഉണ്ടാവുക, അതിനോട് ദേഷ്യം ഉണ്ടാവുക എന്നതൊക്കെ സ്വാഭാവികമാണ്. ഇനി ഭാരതാംബ എന്ന പേരാണ് കൃഷിമന്ത്രിക്ക് ആ പ്രശ്നമെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പേര് വല്ല ഭാരത മമ്മി എന്നോ ഭാരത ഉമ്മ എന്നോ ഒക്കെ വിളിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ വിളിച്ചുകൊള്ളട്ടെ. ഇനി അതല്ല ചിത്രത്തോടാണ് വൈരാഗ്യമെങ്കിൽ പുതിയൊരു ചിത്രം ML ഭവനിൽ നിന്നും അടിച്ച് പുറത്തിറക്കി അവരുപയോഗിക്കണം. അല്ലാതെ നമ്മൾ എന്താണ് ഇതിന് പറയേണ്ടത്? ഭാരതം മുഴുവൻ വെക്കുന്ന ഒരു ചിത്രം അത് RSSകാർ ഉപയോഗിക്കുന്ന ഒറ്റ കാരണത്താൽ അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ആശയപ്രാപ്തം മാത്രമാണ്. തീർച്ചയായും ശ്രീ സന്ദീപ്, താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടിയ കായംകുളത്തെ വിവാദമായ സർക്കാർ പരിപാടിയിലേക്ക് കൂടി ഒരിക്കൽ കൂടി നമുക്കൊന്ന് നോക്കാം. കാരണം അന്നില്ലാത്ത പ്രശ്നവും അസഹിഷ്ണുതയുമാണല്ലോ ഇപ്പോൾ. സഹിഷ്ണുത എന്നൊക്കെ പറയുന്നത് വളരെ സെലക്റ്റീവാണ്. ഇവർ ആഗ്രഹിക്കുന്നത് മാത്രമാണ് ഈ രാജ്യത്ത് നടക്കേണ്ടത്, അല്ലെങ്കിൽ ഇവര് പറയുന്നത് മാത്രമാണ് ഈ രാജ്യത്തിന്റെ നിയമം എന്നൊക്കെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ വിചാരം. പക്ഷെ അങ്ങനെയല്ല. നാട് മാറിപ്പോയി എന്നുള്ള കാര്യം ഇവരിതുവരെ മനസ്സിലാക്കുന്നില്ല. ഈ രാജ്യം എത്രയോ കാലമായി ഇവരുടെയൊക്കെ പിടിയിൽ നിന്ന് കുതിറി മാറി അതിന്റെ സ്വാഭാവികതയെ പുലുകിക്കൊണ്ട് അല്ലെങ്കിൽ സ്വാഭാവികമായ രീതിയിലേക്ക് ഈ നാടിന്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അദ്ദേഹത്തിന് അസഹിഷ്ണുതയുണ്ട്. അദ്ദേഹം ഭാരതമാതാവിന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തേണ്ടതില്ല എന്നല്ല നമുക്ക് എന്താണ് പറയാൻ തോന്നുന്നത്? ഈ ഭാരതമാതാവ് എന്നുള്ളത് RSSകാരുടെ അല്ലല്ലോ. എന്ന് മാത്രമല്ല, ഈ ചിത്രം പുറത്തിറക്കിയിരിക്കുന്നത് RSS കാര്യാലയത്തിൽ നിന്ന് പുറത്തിറക്കിയ ചിത്രമൊന്നുമല്ല. ഈ ചിത്രം ഞാൻ മനസ്സിലാക്കുന്നത് ഭാരതമാതാവിന്റെ ചിത്രം ആദ്യമായി വരയ്ക്കുന്നത് രവീന്ദ്രനാഥ ടാഗോറുടെ പിതാവായ ദേവേന്ദ്രനാഥ ടാഗോറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചിത്രമാണ് കാലാനുസൃതമായ മാറ്റത്തോടു കൂടി എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. അതിനകത്ത് എന്തിനാണ് ഈ അസഹിഷ്ണുത? ഇനിയും ഈ പ്രശ്നത്തിന് ഈ ചിത്രത്തോട് അവർക്ക് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. അവർ സ്വന്തമായി ചിത്രം അടിച്ചിറക്കണം, എന്നിട്ട് രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കണം. ഇതാണ് യഥാർത്ഥ ഭാരതമാതാവ്. ഈ ഭാരതമാതാവിന്റെ ചിത്രം എന്നുള്ളത് ബങ്കിംചന്ദ്ര ചാറ്റർജി അദ്ദേഹത്തിന്റെ വന്ദേമാതരം ഗാനത്തിൽ പുകഴ്ത്തിയ ഭാരതാംബയുടെ ചിത്രമാണ് ഭാരതം മുഴുവൻ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പതാകയാണ്. ഇനി കാവ്യ പതാകയാണ് പ്രശ്നമെങ്കിൽ അക്കാലത്ത് ഭാരതത്തിന്റെ പതാക എന്നുള്ളത് കാവ്യ പതാക തന്നെയായിരുന്നു. അതൊക്കെ ഉപയോഗിക്കുന്നതിൽ ഈ ഭാരതം അതിന്റെ അസ്തിത്വത്തെ തിരിച്ചറിയുന്നതിൽ അതിന്റെ വേരുകളിലേക്ക് മടങ്ങുന്നതിലുള്ള അസഹിഷ്ണുതയാണ് പല രീതിയിൽ പുറത്തു വരുന്നത്. അതിനെയൊക്കെ വലിയ രാഷ്ട്രീയ നിലപാടായിട്ട് കൊട്ടിഘോഷിക്കുക എന്നുള്ളതാണ് ആശയവാസ്തവം. ഇതിനകത്തൊന്നും ഒരു രാഷ്ട്രീയ നിലപാടില്ല എന്ന് മനസ്സിലാക്കണം. ഇത് തികച്ചും ദേശീയമായ ബിംബങ്ങളോടുള്ള അസഹിഷ്ണുത, ദേശീയമായ കാഴ്ചപ്പാടിനോടുള്ള അസഹിഷ്ണുത എന്നതിനപ്പുറത്തേക്ക് ഒരു നിലവാരവും ഇല്ലാത്ത പ്രതികരണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ശ്രീ സന്ദീപ്, ഒരു കാര്യം കൂടി ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതും ചോദിച്ചതും താങ്കളോട് ചോദിക്കാൻ ശ്രമിച്ചതും അത് തന്നെയാണ് കായംകുളത്തെ വിവാദത്തെക്കുറിച്ച്. സർക്കാർ ചടങ്ങിൽ അന്ന് ഇസ്ലാം മതപരമായ ചടങ്ങ് നടത്തിയതിൽ ഭരണഘടനാ ലംഘനം കാണാത്ത സർക്കാർ അല്ലെങ്കിൽ CPM-ഉം CPI-യും ഇടതുപക്ഷം എങ്ങനെയാണ് ഭാരതാംബയുടെ ചിത്രത്തിൽ അത് കണ്ടെത്തുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇവരെ സംബന്ധിച്ചിടത്തോളം സഹിഷ്ണുത അസഹിഷ്ണുത എന്നൊക്കെയുള്ളത് ഒരു വൺ വേ ട്രാഫിക്കാണ്. ഈ രാജ്യത്തെ ദേശീയമായ കാര്യങ്ങൾ ചെയ്താൽ എല്ലാം അസഹിഷ്ണുതയും അല്ലാത്ത കാര്യങ്ങളെ ഒക്കെ വലിയ രീതിയിൽ പുകഴ്ത്തുകയും ചെയ്യുക എന്നുള്ളത് ഈ സർക്കാരിന്റെ ഒരു നയമാണ്. സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ വളർത്തുക, സമൂഹത്തിൽ രാജ്യവിരുദ്ധത പരത്തുക എന്നതൊക്കെ ഈ രാഷ്ട്രത്തിൽ എക്കാലവും ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തരംതാണ രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ്? ഇവിടെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ മുമ്പ് ചൂണ്ടിക്കാട്ടിയതിൽ എത്രയോ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന ഒരു വിഷയം നിങ്ങൾ നോക്കൂ. ടാറ്റ കമ്പനിക്കെതിരെ പോലും ഇവിടെ പ്രതിഷേധം നടക്കുകയാണ്. ടാറ്റയ്ക്ക് ഇസ്രയേലുമായി എന്തോ കരാറുണ്ട് എന്നതിന്റെ പേരിൽ ടാറ്റയുടെ ഷോറൂമുകളിലേക്ക് അല്ലെങ്കിൽ ടാറ്റയുടെ ഔട്ട്ലെറ്റുകളിലേക്കൊക്കെ ഇവിടെ സമരം ചെയ്യുന്നവർ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കെതിരെ നിലനിന്ന ചൈനയ്ക്കെതിരെയോ പാകിസ്ഥാനെ സഹായിച്ച തുർക്കിക്കെതിരെയോ പാകിസ്ഥാനെ സഹായിച്ച ചൈനയ്ക്കെതിരെയോ നിലപാടുകൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം
ഈ കാര്യങ്ങൾ എന്നുള്ളത് ആഗോള തീവ്രവാദത്തിന്റെ ചുവട് പിടിച്ച് ആഗോള തീവ്രവാദത്തിന്റെ ഭാഗമായി വരുന്ന ഫണ്ടിങ്ങുകളോടുള്ള താല്പര്യം എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയവും ഇതിന്റെ പിന്നിലില്ല. വൈറ്റിപ്പിഴപ്പ് രാഷ്ട്രീയം എന്ന് മാത്രമേ നമുക്ക് ഇതിന് പറയാനുള്ളൂ. വളരെയധികം നന്ദി ശ്രീ സന്ദീപ് വാചസ്പതി പ്രതികരിച്ചതിന്.